നമസ്കാരം. തൃശ്ശൂരിലെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള പുത്തൻപള്ളിയിലാണ് എന്നുള്ളത്. ഈ സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് ലോക്സഭാ ഇലക്ഷൻ അടുത്തെത്തിയിരിക്കുന്ന ഈ ഒരു സമയത്ത് തൃശ്ശൂരിലെ 21% വരുന്ന ക്രൈസ്തവ വോട്ട് അത് ഇത്തവണ ഏറ്റവും കൂടുതൽ ഏത് രാഷ്ട്രീയ പാർട്ടിയായിരിക്കും പിടിക്കാൻ സാധ്യത എന്നുള്ളത് വലിയ ചർച്ചാ വിഷയം തന്നെയാണ്. സഭാ നേതൃത്വം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും പരസ്യമായിട്ട് ഒരു പിന്തുണയും പ്രഖ്യാപിക്കാത്ത ഈ ഒരു സമയത്ത് അതിൽ വലിയ തരത്തിലുള്ള ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് 3 രാഷ്ട്രീയ പാർട്ടികൾ. പ്രധാനമായിട്ട് സുരേഷ് ഗോപി ഇവിടെ സ്ഥാനാർത്ഥിയായതോടു കൂടി തന്നെയാണ് തൃശ്ശൂരിനെ കേരളത്തിലെ 20 പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത്. ഈ സമയത്ത് BJPയുടെ നിലവിലെ തൃശ്ശൂരിലെ ക്രൈസ്തവ മുഖമായിട്ടുള്ള ബിജോയ് തോമസ് നമ്മോടൊപ്പം ഇന്ന് ചേരുകയാണ്. അദ്ദേഹത്തെ നമ്മൾക്ക് നേരിട്ട് തന്നെയാണ്. ബിജോയ് ചേട്ടാ നമസ്കാരം. എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങൾ? നന്നായി നടക്കുന്നു. സുരേഷ് ഗോപിക്ക് സാധ്യതയുണ്ടോ? സുരേഷ് ഗോപിക്ക് സാധ്യതയല്ല, ഉറപ്പായിട്ടും സുരേഷ് ഗോപി ജയിക്കും. ഈ ജയിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ, യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു കാരണം എന്താണ്? കാരണം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ്. അപ്പോൾ തൃശ്ശൂരിലെ വോട്ടർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാഥാർത്ഥ്യത്തോട് 100% പൊരുത്തപ്പെടുന്ന ആളുകളാണ്. കാരണം വെച്ചാൽ എന്താണ് മീഡിയ, എന്താണ് ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച്, ഈ രാജ്യത്ത് എന്താ നടക്കുന്നതെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി ബോധ്യമുണ്ട്. നരേന്ദ്രമോദി സർക്കാർ ഇത് തുടർ സർക്കാരാണ്. ഇപ്പോൾ ഒന്നാം സർക്കാർ കഴിഞ്ഞു, 2ാം സർക്കാർ എത്തി, 3ാം സർക്കാരിലേക്ക് കടക്കുകയാണെന്നുള്ളത് എല്ലാ സർവേ റിപ്പോർട്ടുകളും അടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് മോദി തുടരുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ ആ മോദി ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്ത് നിന്നാലാണ് നമ്മുടെ ഈ നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് നടപ്പിലാക്കാനായിട്ട് കഴിയുക. കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവിടെ കാര്യമായ വികസനമൊന്നും കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനൊക്കെ കൊടുത്തിട്ടുള്ള 500 ചില്ലാനും കോടി രൂപ, അതേപോലെ തന്നെയുള്ള കുറേ വികസന കാര്യങ്ങളല്ലാതെ ഒരു MP-യുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട് ഒന്നും നമ്മുടെ പാർലമെൻറ്റിൽ നടത്തിക്കൊണ്ട് ഇവിടെ ഒന്നും നടന്നതായിട്ട് നമുക്കാർക്കും അറിവില്ല. അപ്പോൾ അതിൻ്റെ ഒരു യാഥാർത്ഥ്യ വശങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടും ഇന്നിവിടുത്തെ വോട്ടർമാർ, തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ വോട്ടർമാർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടല്ലേ തൃശ്ശൂർ മേയർ പറഞ്ഞിട്ടുള്ളത്. തൃശ്ശൂർ മേയർ പറഞ്ഞു, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. സുരേഷ് ഗോപി MP തരാമെന്ന് പറഞ്ഞ സംഖ്യ ഈ കോർപ്പറേഷന് തരാമെന്ന് പറഞ്ഞ സംഖ്യ തന്നു എന്നും നിലവിലുള്ള MP തരാമെന്ന് പറഞ്ഞ സംഖ്യ തന്നില്ല എന്ന് പറഞ്ഞ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ മേയറാണ്. ഇത് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് കേട്ടൊന്നുമില്ല. നിങ്ങളെപ്പോലുള്ള മീഡിയ അത് റിപ്പോർട്ട് ചെയ്ത്, പ്രിൻ്റഡ് മീഡിയയും വിഷ്വൽ മീഡിയയും എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഞങ്ങൾ കണ്ടത്. അപ്പോൾ അതെല്ലാം ഈ തൃശ്ശൂരിൻ്റെ അഭിപ്രായമാണ്, തൃശ്ശൂരിൻ്റെ ജനങ്ങളുടെ അഭിപ്രായമാണ്, തൃശ്ശൂരിലെ വോട്ടർമാരുടെ അഭിപ്രായമാണ്. അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റുമായി ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്ന, അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതിനിധിയെ തൃശ്ശൂരിൽ നിന്ന് അയച്ചാൽ അത് തൃശ്ശൂരിൻ്റെ 14 ലക്ഷത്തിലധികം വരുന്ന വോട്ടർമാരുടെ ആ വോട്ടർമാരും അതേപോലെ തന്നെ തൃശ്ശൂരിൻ്റെ ജനങ്ങളും എല്ലാം ആഗ്രഹിക്കുന്നു. തൃശ്ശൂരിനൊരു വികസനം വേണ്ടേ? തൃശ്ശൂർ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയായി മാറേണ്ട ആഗ്രഹമുണ്ട്. അതോടൊപ്പം തന്നെ ചേട്ടാ, നമ്മൾ തൃശ്ശൂരിലെ ക്രിസ്ത്യൻ സമൂഹം സുരേഷ് ഗോപിയെ പിന്തുണക്കുമെന്നുള്ള ഒരു ഉറപ്പ്, ഒരു BJPയുടെ ഒരു ക്രിസ്ത്യൻ മുഖമായിട്ടുള്ള താങ്കൾക്ക് അതിനൊരു പ്രതീക്ഷയുണ്ടോ? ക്രിസ്ത്യൻ സമൂഹം പിന്തുണയ്ക്കില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പറയണം. ക്രിസ്ത്യൻ സമൂഹം പിന്തുണയ്ക്കില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അതിനെ പിന്തുണയ്ക്കുമെന്നോ അല്ലെങ്കിൽ പിന്തുണയ്ക്കില്ല എന്നോ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. തൃശ്ശൂരിലെ ക്രിസ്ത്യൻ വിഭാഗം എന്ന് പറയുന്നത് കുറച്ചും കൂടി കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി വിലയിരുത്താൻ കഴിവുള്ള ആളുകളാണ്. അപ്പം അതുകൊണ്ട് അവർ എന്താണ് ഇവിടുത്തെ നിജസ്ഥിതി എന്നുള്ളത് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് അവരെല്ലാം ആഗ്രഹിക്കുന്നു. ഒരു നല്ല മനുഷ്യനെ ജയിപ്പിക്കണം, ഒരു സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന, സമൂഹത്തിലെ സാധാരണക്കാരിൽ ഇടപെടാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഉയർന്ന വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനായിട്ട് കഴിയുന്ന നല്ല കാഴ്ചപ്പാടുള്ള, സർക്കാരുമായിട്ട് നല്ല ബന്ധമുള്ള, പ്രധാനമന്ത്രിയുമായിട്ട് നല്ല ബന്ധമുള്ള ഒരാളെ തിരഞ്ഞെടുത്തയക്കേണ്ടത് ഈ നാടിൻ്റെ ആവശ്യമാണ്. ക്രൈസ്തവ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തു നിന്ന് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് അവനവൻ്റെ കാലിൻ്റെ അടിയിലെ മണൽത്തരികളെ പോലും തട്ടി അവിടെ ഇട്ടിട്ട് വേണം അടുത്ത സ്ഥലത്തേക്ക് പോകാനെന്നുള്ളതാണ് ഞങ്ങളെല്ലാം പഠിച്ചിട്ടുള്ളത്. അവിടെ പോയി ഏത് സ്ഥലത്താണോ ആ സ്ഥലത്തെ അവിടെ ആ രാജ്യത്തിനും അവിടുത്തെ ആളുകൾക്കും വേണ്ടി പ്രവർത്തിക്കാനാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ആ മാറ്റങ്ങളെ ഞങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നു, ഈ നാടിൻ്റെ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുന്നു. മോദി സർക്കാർ എല്ലാ സർവേ റിപ്പോർട്ടുകളും എല്ലാം പറയുന്നു. ഈ സർക്കാർ എന്ന് പറയുന്നത് ഒരു തുടർച്ചയാണ്. ആ തുടർച്ചയായ സർക്കാർ എന്ന് പറയുന്നത് ഇനി എല്ലാ സർവേ റിപ്പോർട്ടുകളും എല്ലാവരും പറയുന്നു, മോദി സർക്കാർ കഴിഞ്ഞു, 2ാം സർക്കാർ കഴിഞ്ഞു, 3ാം സർക്കാരും
സമാനമായിട്ട് അതിൻ്റെ ഒരു തുടർച്ചയാണ് എന്നുള്ളത് പറയുന്നു. ഒരു പ്രതിപക്ഷ സംവിധാനം എന്ന് പറയാനായിട്ട് ഇത് രാജ്യത്ത് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ പല അഖിലേന്ത്യാ നേതാക്കന്മാർ പോലും ഇന്നലകളുടെ ഭരണസാരഥ്യം ഏറ്റെടുത്ത് ഈ രാജ്യത്തിൻ്റെ പല നേതാക്കന്മാരുടെയും പൂർവികർ ഈ രാജ്യം ഭരിച്ച അല്ലെങ്കിൽ സംഘടനയുടെ നേതാക്കന്മാർ അവർ പോലും ഇന്ന് കേരളത്തിൽ വന്നിട്ടാണ് തെരഞ്ഞെടുപ്പിനെ മത്സരിക്കുന്നത്. ഈ രാജ്യത്ത് എന്താ നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ജന്മനാട്ടിലോ അവരുടെ സ്വന്തം നാട്ടിലോ മത്സരിച്ച് ജയിക്കാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ടാണ് അഖിലേന്ത്യാ നേതൃത്വം വയനാട്ടിലൊക്കെ പോയി മത്സരിക്കുന്നത്. ഇത് കോൺഗ്രസിൻ്റെ മാത്രമൊന്നുമല്ല, മറ്റും ഇടതുപക്ഷത്തിൻ്റെയും സമാനമായിട്ട് തന്നെയാണല്ലോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെയൊന്നും നിൽക്കാൻ നിവൃത്തിയില്ല. ഇവിടെയാണ് വന്ന് എന്തെങ്കിലും ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയും ഇവിടെ അസ്തമിച്ചു. ഇവിടുത്തെ ജനങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ വികസന കാര്യങ്ങളിൽ ജനങ്ങൾക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നൽകിയിട്ടുള്ള കോവിഡ് പോലുള്ള മഹാമാരി വന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ മരണഭയത്തോട് കൂടിയിട്ടും ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ട സമയത്തും അതിനെ പ്രാപ്തമായിട്ട് നേരിട്ട ഒരു ഗവൺമെൻറ്റല്ലേ. ആ ഗവൺമെൻറ് നൽകിയിട്ടുള്ള ആനുകൂല്യങ്ങളുണ്ട്. ആ കോവിഡ് കാലഘട്ടത്തിൽ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാകും. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എല്ലാ ദിവസവും വൈകുന്നേരം വന്നിട്ട് കോവിഡ് ചലഞ്ച് എന്ന് പറയുന്ന ഒരു ഏർപ്പാട് പത്രസമ്മേളനത്തിലൂടെ നടത്തിക്കൊണ്ട് ഇന്ന സ്ഥാപനങ്ങൾ ഇത്ര ലക്ഷം തന്നു, ഇന്ന വ്യക്തി ഇന്ന് തന്നു, ആടിനെ വിറ്റ് തന്നു, മോതിരം വിറ്റ് തന്നു, താലി വിറ്റ് തന്നു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആ പൈസ കൊണ്ട് എവിടെയാണ് ഒരു ഡോസ് കോവിഡ് വാക്സിൻ വാങ്ങിയിട്ട് ആർക്കെങ്കിലും കൊടുത്തതായിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല. കേന്ദ്ര ഗവൺമെൻറ് നരേന്ദ്രമോദി സർക്കാരാണ് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്ക്, കോടിക്കണക്കിന് ജനങ്ങൾക്ക് 2 ഡോസ് കോവിഡ് വാക്സിൻ സൗജന്യമായി നൽകിയത്. ഇതെല്ലാം ജനങ്ങളുടെ മനസ്സിലില്ലേ. അതേപോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യം എന്ന് പറയുന്ന സമയത്ത് പട്ടിണി കൊണ്ട് ആളുകൾ മരിക്കാമായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് ഈ മോദി സർക്കാർ വന്നതിന് ശേഷം എവിടെയാണ് പട്ടിണി കൊണ്ട് ആളുകൾ മരിച്ച്? 80 കോടി ആളുകൾക്ക് 2028 വരെ സൗജന്യമായിട്ട് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നു. ഒരു വ്യക്തിക്ക് 5 കിലോ ഭക്ഷ്യധാന്യം നൽകാനായിട്ട് റേഷൻ കടകളിലൂടെ സൗജന്യമായിട്ട് നൽകുന്ന ഒരു സർക്കാരാണ്. ഒരു വീട്ടിലേക്ക് 4 ആളുണ്ടെങ്കിൽ 20 25 കിലോ അരി കിട്ടുന്നു. ആ അരി പോരെ. ഇവിടെ പൈസ കൊടുത്തിട്ടല്ലോ സാധാരണക്കാരായ BPLകാരായിട്ടുള്ള ആളുകൾക്ക്. ആ BPL ലിസ്റ്റിൽ ആ ലിസ്റ്റ് തയ്യാറാക്കുന്നതിൽ സംസ്ഥാന സർക്കാർ അവരുടെ ഇഷ്ടക്കാർക്കും പല ആളുകൾക്കും വേണ്ടിയിട്ട് പലതും ചെയ്തിട്ടുണ്ടാകും. ആ ലിസ്റ്റിലുള്ള തിരിമറിയല്ലാണ്ട് യാഥാർത്ഥ്യങ്ങളുമായിട്ട് യഥാർത്ഥ പാവപ്പെട്ട ആളുകൾക്ക് ഇന്ന് ഈ രാജ്യത്ത് പട്ടിണി ഇല്ലാതെ നടത്തുന്ന ഒരു ഭരണ സംവിധാനമാണ്. അവരുടെ വിശക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇപ്പോൾ കേരളത്തിൽ BJPക്ക് ഉണ്ടായിരുന്നത് നിയമസഭയിൽ ഒരു സീറ്റായിരുന്നു, നേമം നിയോജക മണ്ഡലത്തിലുണ്ടായിരുന്നു. ഈ നേമത്ത് 2021 നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് K. മുരളീധരനെ പെട്ടെന്ന് അവിടെ കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിക്കുന്ന സമയത്ത് BJPയുടെ പരാജയം രുചിക്കേണ്ടി വന്നു. അതേ ഒരു സാഹചര്യം ഇപ്പോൾ തൃശ്ശൂരിൽ BJP വിജയിക്കുമെന്നുള്ളൊരു സാഹചര്യം, അങ്ങനെ ഒരു പ്രചരണം നടക്കുന്ന സമയത്ത് ഇവിടെ നിലവിലെ MP ആയിട്ടുള്ള TN പ്രതാപനെ മാറ്റി നിർത്തിയിട്ട് K. മുരളീധരനെ UDF ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. അത് ഇവിടുത്തെ ന്യൂനപക്ഷ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കി അത് LDFന് അനുകൂലമാകാനുള്ള സാഹചര്യം വരികയും BJP പരാജയപ്പെടാനുള്ളൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിമറിക്കാനുള്ള ഒരു ശ്രമമാണോ ഈ ഒരു നടത്തിയിരിക്കുന്നത്? അല്ല, കോൺഗ്രസ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടത്തിയെന്നുള്ളതിനെ കുറിച്ച് പറയാനായിട്ട് ഞാൻ തയ്യാറല്ല, അല്ലെങ്കിൽ നമുക്കതിന് ഇടപെടേണ്ട ഒരു കാര്യമല്ല. പക്ഷെ ഇപ്പോൾ K. മുരളീധരൻ ഇവിടെ സ്ഥാനാർത്ഥിയായി വന്നോർത്ത് ഇവിടെ എന്താ സംഭവിക്കാവുന്നത്? നിങ്ങൾ മനസ്സിലാക്കണം. K. മുരളീധരൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള രാഷ്ട്രീയ ചാണക്യനായിട്ട് അറിയപ്പെട്ട K. കരുണാകരൻ്റെ മകനാണ്. ഞാനത് അംഗീകരിക്കുന്നു. ഈ K. മുരളീധരൻ്റെ അനിയത്തിയും കരുണാകരൻ്റെ മകളുമായിട്ടുള്ള പത്മജ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു. ആ പത്മജ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ UDF സ്ഥാനാർത്ഥിയുടെ അദ്ദേഹത്തിന് സ്വന്തം വീട്ടിലെ വോട്ട് പോലും, സ്വന്തം സഹോദരിയുടെ വോട്ട് പോലും പിടിച്ചു നിർത്താനായിട്ട് കഴിയാവുന്ന ഒരു ആളല്ല എന്നുള്ളത് നിങ്ങളും കൂടി മനസ്സിലാക്കേണ്ടത്. ഇവിടുത്തെ ജനത്തിനതറിയാം. പിന്നെ തൃശ്ശൂരിൽ അവരെന്നും തോറ്റിട്ടേ ഉള്ളൂ. അച്ഛനായാലും മകനായാലും ഒക്കെ തൃശ്ശൂരിൽ തോറ്റിട്ടേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് ആ നില പോലും ഇല്ല. ആ കാലഘട്ടത്തിൽ അച്ഛനും മക്കളും എല്ലാ സംവിധാനം ഒരുമിച്ചായിരുന്നു. ഇന്ന് ആ കരുണാകരൻ്റെ ഒരു മകള് ഈ പാർട്ടിയിൽ ചേർന്ന് അതിൻ്റെ പ്രവർത്തനം നടത്തുന്നത് സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ടാണ്. അദ്ദേഹം ആ മകള് പത്മജ വേണുഗോപാൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുരളീധരന് ശക്തി കൂടുകയാണോ ചെയ്തത്? നിങ്ങൾ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടണം. നിങ്ങൾ മനസ്സിലാക്കണത്
അപ്പോൾ അത് തൃശ്ശൂരിലെ ക്രിസ്ത്യൻ സമൂഹം 21% വരുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ അത് ഇത്തവണ BJPക്ക് അതിൽ എത്ര ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? കണക്കൊന്നും എന്താണെങ്കിലും പറയാൻ പറ്റില്ല, പക്ഷേ എന്തായാലും നിങ്ങളുടെ പ്രതീക്ഷയാണ്. ഞങ്ങളുടെ പ്രതീക്ഷ ആ വോട്ടിൽ നിഷ്പക്ഷരായിട്ടുള്ള ക്രൈസ്തവ സമൂഹം, നിഷ്പക്ഷമായ ക്രൈസ്തവ സമൂഹം യാഥാർത്ഥ്യ ബോധത്തോടു കൂടി വോട്ട് ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ യാഥാർത്ഥ്യ ബോധം എന്ന് പറഞ്ഞാൽ, ഒന്ന്, നാടിൻ്റെ വികസനം; രണ്ട്, ഇവിടെ ക്രൈസ്തവ സഭയ്ക്കുണ്ടാകുന്ന ഒരു സംരക്ഷണം, ഒരു പ്രൊട്ടക്ഷനാണ്. നിങ്ങളതിൻ്റെ പല വഴികളിലേക്കും കടന്നു പോകാനുണ്ട്, പക്ഷെ അതൊന്നും ഈ ഒരു ഇലക്ഷൻ സമയമായതുകൊണ്ട് പറയാൻ കഴിയില്ല. പല ക്രൈസ്തവ വീടുകളും വളരെ വേദനയോടുകൂടി അനുഭവിച്ച കുറേ കാര്യങ്ങളുണ്ട്. ആ വേദനയോടുകൂടി അനുഭവിച്ച കാര്യങ്ങളെ, അത് വ്യക്തമായി പറയാൻ പറ്റാത്തതുണ്ട്, അനുഭവിച്ച കാര്യങ്ങളെ ഒരു പരിധി വരെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിലൂടെയാണ് അത് പിടിച്ചു നിർത്താനായിട്ട് കഴിഞ്ഞത്. അതുകൊണ്ട് ഏറെ നന്ദിയോട് കൂടിയിട്ടും സ്നേഹത്തോടു കൂടിയിട്ടും ബഹുമാനത്തോടു കൂടിയിട്ടും തന്നെയാണ് മോദി സർക്കാരിനോട് ക്രൈസ്തവ സമൂഹത്തിലെ നിഷ്പക്ഷമായ ആളുകൾ, യാഥാർത്ഥ്യമായ ആളുകൾ അതിനെ ആ രീതിയിൽ തന്നെയാണ് വീക്ഷിക്കുന്നത്. അതിപ്പോൾ ക്രൈസ്തവ സഭയുടെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ, ഇപ്പം സഭാ മേലധ്യക്ഷന്മാർ, അഭിവന്യ പിതാക്കന്മാർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായിട്ട് നല്ല ബന്ധത്തിലാണ്. നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാകും. അവരെല്ലാം ഡൽഹിയിൽ പോകുന്നു, പ്രധാനമന്ത്രിയെ കാണുന്നു. പ്രധാനമന്ത്രി കേരളത്തിൽ വരുന്ന സമയത്ത് അവരെല്ലാം കാണുന്നു. മോദി മാർപ്പാപ്പയെ കാണുന്നു. ആ ഒരു സൗഹൃദം പങ്കിടുന്നതും ഇന്ത്യ മഹാരാജ്യത്തേക്ക് മാർപ്പാപ്പയെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് വരാനായിട്ട് സാധിച്ചിട്ടില്ല. വരും നാളുകളിൽ മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കും. അതൊക്കെ ഒരു ക്രൈസ്തവ സഭയ്ക്ക്, അല്ലെങ്കിൽ ക്രൈസ്തവ സഭയുടെ അഭിവന്യ പിതാവ് അല്ലെങ്കിൽ മാർപ്പാപ്പ ഈ ഒരു രാജ്യത്തേക്ക് വരുന്നത് ഇവിടുത്തെ ക്രൈസ്തവ സഭയിലെ അംഗങ്ങളെ കാണാൻ തന്നെയാണ്. ഒരു രാഷ്ട്രവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വരുന്നു, കാണുന്നു. ആ വിശ്വാസികൾക്ക് ഒരു എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന നരേന്ദ്രമോദിയാണ്, ഗവൺമെൻറ്റാണ് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള നടപടിക്കാര്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മാർപ്പാപ്പ അധികം താമസിക്കാതെ തന്നെ കേരളത്തിലടക്കം നമ്മുടെ തൃശ്ശൂരിൽ തന്നെ വരട്ടെ വരുമെന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ക്രൈസ്തവ സഭ അതെല്ലാം ആഗ്രഹിക്കുന്നത്. മോദി സർക്കാർ അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. വളരെ നന്ദി ബിജോയ് തോമസ്, ഈ ഒരു സമയത്ത് നമ്മോട് പ്രതികരിച്ചു. തൃശ്ശൂരിൽ ക്രൈസ്തവ സമൂഹത്തിൻ്റെ 21% വോട്ടുകൾ തന്നെയാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളത്. അതിൽ യാതൊരു തർക്കമില്ല. കഴിഞ്ഞ വട്ടം ഒരു പരിധി വരെ ഇത് TN പ്രതാപൻ നേടിയെടുത്തു എന്നുള്ളതും അതിൻ്റെ പേരിൽ തന്നെയാണ് വലിയ ഒരു ഭൂരിപക്ഷത്തിന് അദ്ദേഹത്തിന് ഇവിടെ വിജയിക്കാൻ സാധിച്ചത്. ഈ സമയത്ത് പൂർണ്ണമായിട്ടും BJP വലിയ രീതിയിൽ ക്രിസ്ത്യൻ വോട്ടുകൾ ഫോക്കസ് ചെയ്യുന്നു. അതിൽ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ക്രൈസ്തവ വീടുകൾ സുരേഷ് ഗോപി സന്ദർശനം നടത്തുകയും കൃത്യമായിട്ടുള്ള സമ്പർക്കത്തിലൂടെ ഓരോ വോട്ടും തൻ്റെ പക്ഷത്തേക്ക് ചായ്ക്കാൻ വേണ്ടിയിട്ടുള്ള നിരവധി പരിശ്രമങ്ങൾ അദ്ദേഹവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണെങ്കിലും വരും ദിവസങ്ങളിൽ തൃശ്ശൂരിലെ പോരാട്ടം കടുക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കമില്ല. തൃശ്ശൂരിൽ പുത്തമ്പള്ളിക്ക് മുന്നിൽ നിന്നും വിപിൻ ലാൽ.